CPM-ന് മാത്രമല്ല, കേരളത്തിലെ ഒരു പുരോഗമന രാഷ്ട്രീയത്തിനും ഇടത് രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ചും വലിയ ബാധ്യതയായി അത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇവരത് തിരിച്ചറിയാത്തതിൻ്റെ കാരണം ഇവരുടെ നാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ സ്ട്രാറ്റജി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനെ തള്ളിപ്പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവർക്ക് പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുകൂടി തീവ്രമായി പറയുന്നു എന്നുള്ളതാണ്. കാരണം AK ബാലൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാറാട് കലാപം വീണ്ടും ആവർത്തിക്കപ്പെടും. UDF അധികാരത്തിൽ വന്നാൽ മാറാട് കലാപങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും. ഭീമാപ്പള്ളി കലാപവും പൂന്തുറ കലാപം അതിനുശേഷം ആണ്. മാറാട് കലാപത്തിന് ശേഷം കേരളത്തിൽ നടന്ന ഇടത് ഭരണകാലത്ത് നടന്ന വെടിവെപ്പിലാണ് പൂന്തുറയിൽ ഈ പ്രശ്നങ്ങളുണ്ടായത്. നമ്മളിതിനെ അതാരും ഓർമ്മിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് മിടുക്കരായി പോവുകയാണ്. വസ്ത്രം നോക്കിയാൽ അറിയാം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കലാപകാരികളെ അവരുടെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാം എന്ന് പറയുന്നത് സജി ചെറിയാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ മൈൽഡ് സ്റ്റേറ്റ്മെൻറ്റാണ്.